യദുവിൻ്റെ അച്ഛൻ മാസ്റ്റർ ക്ലാസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് രാത്രിയാണ് ഞാൻ എല്ലാ ജോലിയും ചെയ്തിട്ട്, ഇത് ഇന്നലെ രാത്രി എടുത്ത വീഡിയോ ആണ്. ഇന്ന് എല്ലാ ജോലിയും തീർന്നിട്ട് ഉറങ്ങാനുള്ള എല്ലാ സന്നാഹങ്ങളുമായിട്ട് ഉറങ്ങാനായിട്ട് ഫോണും എടുത്തുകൊണ്ട് റൂമിൽ കയറിയപ്പോഴേക്ക് എൻ്റെ മകൻ ഇത്രയും ചിപ്പികളുമായിട്ട് വരുന്നു. ഈ ചിപ്പി കൊണ്ടുവന്നിട്ട് അമ്മ അമ്മ എന്ന് വിളിക്കുന്നത് കേൾക്കാം നിങ്ങൾക്ക്. ഇതിനെ കൊണ്ടുവന്ന് ഇതിനെ ഞാനിനി നല്ലതുപോലെ കഴുകി, എട്ടിൻ്റെ പണിയാണ്, നല്ലതുപോലെ ക്ലീൻ ചെയ്ത് പുഴുങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതാണ്. 3-4 വെള്ളം കഴുകി, എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ എല്ലാം ഞാൻ ക്ലീൻ ചെയ്തു. എന്നാലും മണ്ണ് കാണും. ഇനി പുഴുങ്ങിയെടുത്ത് അതിൻ്റെ അകത്തെ സാധനം എടുത്തിട്ട് നല്ലതുപോലെ ക്ലീൻ ചെയ്താൽ മതി. അതിനെ ഞാൻ ഗ്യാസ് കത്തിച്ച് വെച്ച് പുഴുങ്ങാൻ പോവുകയാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ്. ചിപ്പി വെന്ത് കഴിഞ്ഞു. പക്ഷെ നല്ല ടേസ്റ്റ്, നല്ല വൈറ്റമിൻസൊക്കെ അടങ്ങിയിട്ടുള്ള സാധനമാണ്. ഇത് വിഴിഞ്ഞത്ത് നിന്നുമാണ്. വിഴിഞ്ഞത്ത് നിന്നായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ നിന്നാണെന്നറിയില്ല, ഞാൻ ചോദിച്ചില്ല. ചിപ്പിക്കകത്തിരിക്കുന്ന ആ മാംസളമായ ഭാഗമില്ലേ, അത് ചിപ്പിയുടെ തോടെന്നാണ് നമ്മൾ പറയുന്നത്. ചിപ്പിയുടെ കവറിങ്ങിന് ചിപ്പി തോടെന്ന് പറയും. പൊളിച്ച് അതിനകത്തുള്ള ഈ കാണുന്ന മാംസളമായ ഭാഗം എടുത്താണ് നമ്മൾ റെസിപ്പി ഉണ്ടാക്കുന്നത്. ഫ്രൈ ചെയ്യാം, തോരൻ വയ്ക്കാം, തീയൽ വയ്ക്കാം, ചിക്കൻ കറി വയ്ക്കും പോലെ വയ്ക്കാം. എൻ്റെ ഒരു കയ്യിൽ, മറ്റേ കയ്യിൽ ഫോണാണ്, അതുകൊണ്ടാണ് ഞാൻ ഒരു കൈ കൊണ്ട് എടുത്ത് കാണിക്കുന്നത്. 2 കൈയും വേണം കേട്ടോ ഇത് ക്ലീൻ ചെയ്യാൻ. ഈ ചിപ്പിയുടെ വയറിനകത്ത് ചെറിയ നാര് പോലൊരു സാധനം ഇരിക്കും, അതിനെ നമ്മൾ തുറ്റി എന്ന് പറയും. അതിനെ എടുത്ത് കളയണം. 2 കൈ ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. പിന്നെ ഞാനങ്ങനെ ഓരോന്നായിട്ട് കവറിങ്ങിൽ നിന്നും, അതായത് ചിപ്പി തോടിൽ നിന്നും ആ ചിപ്പിയുടെ മാംസള ഭാഗം, നമുക്ക് ഉപയോഗയോഗ്യമായ മാംസള ഭാഗം ഏതാണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ്. ഞാനിനി ഇതെല്ലാം അങ്ങനെ മാറ്റട്ടെ. പക്ഷേ നല്ല പണിയാണ് കേട്ടോ. ചിപ്പി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയാതെ തന്നെയാണ് ഞാൻ സ്ട്രെയിൻ എടുത്ത് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ തോടെല്ലാം മാറ്റി കളഞ്ഞു. ഇത്രയും ചിപ്പി കിട്ടി കേട്ടോ. ഇതിൽ നിന്നും കുറച്ചെടുത്ത് ഞാൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. കുറച്ചെടുത്ത് ഫ്രൈ ചെയ്യാം. ആ ചിപ്പി എല്ലാം തോട്ടിൽ നിന്ന് അതിൻ്റെ തോടുകളെല്ലാം കളഞ്ഞ് അതിനുള്ളിൽ നിന്നും പുറത്ത് വന്ന സാധനങ്ങൾ കുറച്ചെടുത്ത് ഞാൻ ഫ്രൈ ചെയ്യുകയാണ്. ഇതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചേർത്ത് അരച്ച് കുറച്ച് ഫ്രൈ ചെയ്തു. കുറച്ചിതായിരിക്കുന്നുണ്ട്. അതിന് വേറെ എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ യദുവിന് വേണമെങ്കിൽ കൊടുത്തയക്കാം. അല്ലെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ യദുവിന് ഇഷ്ടമാണ്. ഇതിനെ ഞാനിനി വറുത്തെടുക്കട്ടെ. ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.